ഹിസ്കിയ രാജാവ് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ ജീവനെ അപഹരിച്ചു കളയുവാൻ രോഗശക്തികൾ അദ്ദേഹത്തെ പിടിച്ച സമയത്ത് ദൈവം പോലും അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ആയുസ് തീരാൻ പോവുകയാണെന്ന് പ്രവചനം പറഞ്ഞ സമയത്തും ഒറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവം അവന്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ച് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള അടുത്ത വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം അവനെ എത്തിച്ചതുപോലെ ഇന്ന് പരിശുദ്ധ ആത്മാവ് ഒരു ആലോചന നിങ്ങൾക്ക് നൽകി തരികയാണ്. ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് എല്ലാ മേഖലയിൽ നിന്നും ഒരുപോലെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ ഞെരുക്കി നിങ്ങളുടെ ജീവിതത്തെ ഒതുക്കി ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ, ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും കാണുകയില്ലെന്ന് പറയുന്നിടത്തും പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ പറ്റും. പ്രാർത്ഥന നിങ്ങളുടെ ഭാവിയെ തിരുത്തും. പ്രാർത്ഥന നിങ്ങളുടെ മേൽ കിടക്കുന്ന മരണശക്തികളെ എടുത്തു മാറ്റും. പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു, പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കൊള്ളുക, നിലവിളിക്കാൻ തയ്യാറായിക്കൊള്ളുക. അത് നഷ്ടമാകില്ല. ഒരു പ്രതീക്ഷയില്ലാത്തടത്തും ദൈവത്തിന്റെ വിടുതൽ നിങ്ങൾക്ക് വേണ്ടി തേടി വരും. അതിന് ദൈവം പോലും ഇത് മതി, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞെടുത്തും ദൈവത്തിന്റെ തീരുമാനത്തെ പോലും തിരുത്താൻ ഒരുത്തന്റെ കരച്ചിലിനും ഒരുത്തന്റെ നിലവിളിക്കും ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഭയങ്കര ശക്തിയുള്ളതാണ്. ദൈവിക തീരുമാനങ്ങളെ തിരുത്താൻ ശക്തിയുള്ളതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. അതുകൊണ്ട് കണ്ണുനീരിനെ അവൻ മറികടന്ന് പോവുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ഹിസ്കിയ രാജാവ് പ്രാർത്ഥിച്ചിട്ട് ഒടുവിൽ പറയുന്ന കാര്യം, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാശത്തിന്റെ കുഴിയിൽ അകപ്പെട്ടു പോകാൻ, പ്രാണൻ അകപ്പെട്ടു പോകാനിരിക്കുമ്പോൾ ദൈവം തൻ്റെ സ്നേഹത്തിന്റെ കൈ നീട്ടി നമ്മെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുക, വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങളെ ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നു. അതിർവരമ്പ് പോലെ അതിരിട്ടിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞെടുത്തുനിന്ന് പ്രാർത്ഥനയിലൂടെ ദൈവം അടുത്തൊരു അധ്യായം തുറക്കുന്നത് പോലെ ദൈവം നിങ്ങളുടെ സ്ഥിതികളിൽ ഒരു പുതിയ അധ്യായം തുറക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പുതിയ സെഷനുകൾ ആരംഭിക്കുന്നത് പോലെ ആ ചാപ്റ്റർ കഴിഞ്ഞു, ഇനി അടുത്തതിലേക്ക് ദൈവം കയറ്റാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുവാനായിട്ട് യിരെമ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞ കാര്യം യിരെമ്യാ പ്രവാചകൻ പുസ്തകം 18-ാം അധ്യായത്തിലുണ്ട്. നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ ചെന്നപ്പോൾ കുശവൻ തന്റെ പാത്രത്തിൽ അവൻ വേല ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ പാത്രത്തില് അവന്റെ ചക്രത്തിൽ അവൻ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാത്രം തന്റെ കയ്യിൽ വെച്ച് ഉടഞ്ഞുപോയി. അടുത്ത ഭാഗം കാണുന്നത് ആ കുശവന്റെ കയ്യിലെ ആ ചക്രത്തിൽ ഇരുന്ന പാത്രം ഉടഞ്ഞു പോയതിനെ എടുത്തു കളയാതെ തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമാക്കി പണിതെടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവം പറയാ, ഇസ്രായേൽ ജനമേ, ഈ കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ മേൽ പണിയുവാൻ അധികാരമില്ലേ? അതെ പ്രിയമുള്ളവരെ, ഉടഞ്ഞുപോയി തകർന്നുപോയി ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നിടത്തുനിന്നും ദൈവം തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമാക്കി പണിയുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഈ കാര്യം ചെയ്യുവാൻ ദൈവത്തിന് ബോധിച്ച മറ്റൊന്നാക്കി പണിതെടുക്കുവാൻ. ഹല്ലേലൂയ. അതെ, അടിവരയിട്ട് ഇനി നോക്കണ്ട എന്ന് തീർത്തു പറഞ്ഞ വിഷയത്തിലും ദൈവം അവിടെ ഒരു അടിവര മാറ്റിയിട്ട് ടിക്കറ്റ് ഇട്ട് നീ മുൻപോട്ട് പോകെന്ന് പറയുവാൻ. ഹല്ലേലൂയ. ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭക്തന്മാര് ഓരോരുത്തരും കടന്നുപോയ വളരെ തീവ്രമായ വേദനയുടെ സാഹചര്യത്തിൽ, നുറുക്കപ്പെട്ട സാഹചര്യത്തിൽ, കീറി മുറിക്കപ്പെട്ട സാഹചര്യത്തിൽ നിലവിളിച്ച് ഇനി മുന്നോട്ട് പോകാൻ ഒരിക്കലും ശേഷിയില്ലെന്ന് പറഞ്ഞിടത്തും ദൈവം അതിനപ്പുറത്തേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. യാക്കോബ് ഭയങ്കര ധനികനായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. 12 മക്കൾ, അവന് അനവധി സമ്പത്തുകൾ. ഒരു വടിയോടുകൂടി യോർദാൻ കടന്നിട്ട് 2 കൂട്ടമായി ഇപ്പോൾ യബ്ബോക്ക് കടന്ന് തിരിച്ചു പോരുന്ന യാക്കോബ് വലിയ ധനികനായി ജീവിച്ച മനുഷ്യൻ. ഒടുവിൽ ഏറ്റവും പ്രിയപ്പെട്ട പൊന്നോമന മകൻ സ്വപ്നക്കാരന്റെ സ്വപ്നവും വ്യാഖ്യാനവും ഭാവിയെല്ലാം നശിച്ച് അവൻ മരിച്ചു. പിന്നീട് വലിയ ക്ഷാമമുണ്ടായി. മക്കളെല്ലാം പലരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരികയാണ്. ഒടുവിൽ മക്കളെ അടിമകളാക്കി. ശിമിയോനെ പിടിച്ചുകൊണ്ടുപോയി, ബെന്യാമിനെയും കൊണ്ടുപോവുകയാണ്. യാക്കോബ് തന്റെ വാർദ്ധക്യ സമയമായപ്പോൾ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മകൻ, ദർശനമുള്ളവൻ മരിച്ചുപോയി, ശിമിയോനെയും കൊണ്ടുപോയി, ഇനിയിപ്പോൾ ബെന്യാമിനെ കൊണ്ടുപോകുന്നു, എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കുന്നു.
എല്ലാം എനിക്ക് പ്രതികൂലം, സകലതും എനിക്ക് പ്രതികൂലം. സകലതും പ്രതികൂലമെന്ന് പറഞ്ഞ്, എല്ലാം പ്രതികൂലം എന്ന് പറഞ്ഞെടുത്ത്, ഞാൻ ഇങ്ങനെ കരഞ്ഞ് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞെടുത്ത് ദൈവം മുഴുവൻ വിധികളെ തിരുത്തി എഴുതി. അവന് നഷ്ടമായെന്ന് പറഞ്ഞ അവന്റെ സ്വപ്ന മകനെ ദൈവം അവന് തിരിച്ചു കൊടുക്കുകയാണ്. ഒരു രാജാവിനെ പോലെ, ഒരു മന്ത്രിയാക്കി ദൈവം തിരിച്ചു കൊടുക്കുകയാണ്. വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചോട് തിരിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നഷ്ടമായ ശിമിയോനെയും ബെന്യാമിനെയും ദൈവം തിരിച്ചു കൊടുക്കുകയാണ്. നഷ്ടമായ ചൈതന്യം തിരിച്ചു കൊടുക്കുകയാണ്. നഷ്ടമായ അനുഗ്രഹം തിരിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഒരു 10-17 വർഷം കൂടെ അവൻ ആയുസ് ദൈവം തിരിച്ചു കൊടുക്കുകയാണ്. ഫറവോയെ കൈവച്ച് അനുഗ്രഹിക്കുവാനുള്ള വാഗ്ദാനം ദൈവം അവന് നിവർത്തിച്ച് അവന്റെ ആയുസ്സിന് ദൈവം കൂട്ടിക്കൊടുക്കുകയായിരുന്നു. യാക്കോബിന്റെ ചരിത്രമാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഇനി ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞ് നിർത്തിയെടുത്ത് അവിടെ കൊണ്ട് ദൈവത്തിന്റെ മക്കൾ നിൽക്കണ്ട. ദൈവം പറയുന്നത് വിശ്വാസത്തോടെ നമ്മൾ മുൻപോട്ട് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിലും ദൈവം അതിനപ്പുറത്തേക്ക് നമ്മളെ കടത്തിക്കൊണ്ട് പോകും. ഹല്ലേലൂയ. തടസ്സം എത്ര വലുതാണെങ്കിലും, അതിന് എല്ലാ കാര്യങ്ങളും പ്രതികൂലമാണെങ്കിലും ദൈവം അക്കരെ എത്തിക്കും. ഹല്ലേലൂയ. നവോമി എന്ന് പറയുന്ന സ്ത്രീയും വളരെ കയ്പ് അനുഭവിച്ച വ്യക്തിയാണ്. പക്ഷെ ആ കയ്പിനെ എല്ലാം മധുരമാക്കുവാൻ രൂത്തിലൂടെയും ബോവസിലൂടെയും ദൈവം പ്രവർത്തിച്ചു. ആമേൻ. ബേത്ലഹേമിലെ ആ ക്ഷാമത്തിനകത്തുനിന്ന് മോവാബ് ദേശത്തെ സമൃദ്ധിയിലേക്ക് ഇന്ന് പോയതാ. 2 ആൺമക്കളും ഭർത്താവും 3 പേരും ഒരേപോലെ മരിച്ചപ്പോൾ ഒരു വിധവയായി ഒരു വിധവയായ മരുമകളും ഒക്കെയായി തിരിച്ചു വരുമ്പോൾ കൈപ്പോടെ അവൾ കരഞ്ഞോണ്ടാ വരുന്നത്. ഇനി മാറ എന്ന് വിളിച്ചാൽ മതി, എന്നെ നവോമി എന്ന് വിളിക്കണ്ട. പക്ഷെ ദൈവം അവൾക്കെതിരെ കൈപ്പായി പ്രവർത്തിച്ചെന്നൊക്കെ പറഞ്ഞ് പരിഭവം പറഞ്ഞ അവൾ പിന്നീട് ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട് നിറഞ്ഞ് ഒരു ബോവസിന്റെ വയലിലേക്ക് വരികയും പിൽക്കാലത്ത് ദാവീദിന്റെ ഇശായിയുടെ അപ്പനായ ഓബേദിനെ ജനിപ്പിച്ച ബോവസിന്റെ ചാർച്ചക്കാരിയായി മാറിയ മാത്രമല്ല, അവളുടെ കൈപ്പെല്ലാം മാറി അവൾ ആനന്ദമുള്ളവളായി മാറി. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ പറ്റും കേട്ടോ. ലോകത്തിന്റെ തടസ്സങ്ങളെ നോക്കണ്ട, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ നോക്കണ്ട. ഇനി നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ വെച്ച അതിർവരമ്പം നോക്കണ്ട, അതിനപ്പുറത്തേക്ക് ദൈവം കൊണ്ടുപോകും. ഹല്ലേലൂയ. ഒരിക്കൽ പോലും മോശം ചിന്തിച്ചിട്ടില്ല ഈ 40 വർഷം കഴിയുമ്പോൾ എന്നെ തിരിച്ച് മിസ്രൈമിൽ കൊണ്ടുവരുമെന്നും എന്നെ അധിപതിയാക്കുമെന്ന്. പക്ഷെ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളെ കുറിച്ച്, ഇന്ന് സാഹചര്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കേണ്ടി വന്ന നിങ്ങളുടെ മക്കളെ കുറിച്ച്, ഭാവി ഇടയിൽ ബ്രേക്കായി പോയി നിങ്ങളുടെ മക്കളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം അവിടേക്ക് കൊണ്ടുവരും. ആമേൻ. പ്രാർത്ഥന കുറയ്ക്കേണ്ട, ദൈവം ആ കാര്യം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറുണ്ട്. പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ മനസ്സ് ദൈവം മാറ്റും. നമ്മളെ പ്രാർത്ഥനയിൽ ദൈവം മനസ്സ് മാറ്റും. ദൈവം നമുക്ക് വേണ്ടി ഹിസ്കിയ രാജാവിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ അവൻ പ്രവർത്തിക്കും. ഇവിടെ മല്ലപ്പള്ളിയിലുള്ള നമ്മുടെ ചർച്ചിലെ തിങ്കളാഴ്ച ഈ തിങ്കൾ മുതൽ ഏപ്രിൽ 20 മുതൽ 26 വരെ ഞായർ വരെ 7 ദിവസത്തെ ഡെലിവറൻസ് മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ഓരോ ദിവസവും ഇവിടെ പ്രസംഗിക്കാൻ വരിക. പാസ്റ്റർ ക്രിസ്റ്റി പി ജോൺ, KK രഞ്ജിത്ത് പാസ്റ്റർ, അതുപോലെ ശ്യാം മാക്ക്, സാം ജോസഫ് കുമരകം, PA ജെറാൾഡ്, അതുപോലെ വളരെ ശക്തന്മാരായ ദൈവദാസന്മാർ, നിക്സൺ സണ്ണി തുടങ്ങിയ ദൈവദാസന്മാർ. ഈ സന്ദേശം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരിൽ കടന്നു വരാൻ പറ്റുന്നവര്, മല്ലപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അടുത്ത് വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാം. രാവിലെയും വൈകിട്ടും, രാവിലെ 10:30 വൈകിട്ട് 6:30 മീറ്റിംഗാണ്. നിങ്ങൾക്ക് കടന്നു സംബന്ധിക്കാം. നിങ്ങൾക്ക് വേണ്ടി വലിയൊരു വിടുതൽ ദൈവം ചെയ്തിട്ടുണ്ട്. ആമേൻ. അത് നിങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾ വിശ്വാസത്തോടെ കടന്നു വരാൻ പറ്റുന്നവർ കടന്നു വരിക. വലിയ വിടുതൽ ദൈവം ചെയ്യും, അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി മുൻപോട്ട് പോകാൻ ആയുസില്ല, ആരോഗ്യമില്ല, ജീവിതമില്ലെന്ന് വിധി എഴുതിയെടുത്തു. പ്രാർത്ഥന കൊണ്ട് കർത്താവെ, ആ സകല പാപങ്ങളെയും പിറകിൽ എറിഞ്ഞു കളഞ്ഞിട്ട് പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ച് സമാധാനത്തിന് വേണ്ടി നയിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ സകല കർത്താവെ പ്രതിബന്ധങ്ങളുടെ അതിർവരമ്പങ്ങൾക്കും അപ്പുറമായി നിൽക്കുന്ന ദൈവിക വിടുതൽ കാണുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കാൻ പോകുന്നതിനായി നന്ദി. ഈ വചനം കേട്ട ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവം ആ ദൈവിക പദ്ധതിയിലേക്ക് അവരെ സ്റ്റെപ്പ് വെപ്പിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവെ സകല വഴികളും അടഞ്ഞ് ഇനി മുന്നോട്ട് വഴിയില്ലെന്ന് പറഞ്ഞിടത്തും പുതിയ വഴിയും ശ്രേഷ്ഠമായ വഴിയും ഇനിയും കാണാനിരിക്കുന്നതോട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് വെളിപ്പെട്ട് വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ പ്രാർത്ഥന ഈ ദിവസങ്ങളിലെ ഉപവാസം, ഈ 20 മുതൽ 26 വരെ നടക്കുന്ന ഈ 7 ദിവസത്തെ പ്രാർത്ഥന ഞങ്ങൾക്കെല്ലാം ഒരുപോലെ വിടുതലായി മാറട്ടെ. വൻ കാര്യങ്ങൾ അവിടുന്ന് ചെയ്യും. വലിയ വാഗ്ദത്ത നിവൃത്തികൾ ഉണ്ടാകും. അത്ഭുതങ്ങൾ സംഭവിക്കും. അസാധാരണ വീര്യപ്രവൃത്തികൾ ഉണ്ടാകും. ദൈവപ്രവൃത്തി വെളിപ്പെടും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമെങ്കിൽ വിളിക്കുക, വഴി പറഞ്ഞു തരാം, വാഹനം കാര്യങ്ങളൊക്കെ അറിയിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.